ഉള്ളവരെ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓണം സെലിബ്രേഷൻ എന്ന ആഘോഷത്തെക്കുറിച്ച് ബഹുമാന്യനായ അഫ്സൽ കാസിം ഉസ്താദ്, ശ്രീ നവാസ് മന്നാൻ ഉസ്താദ്, ശ്രീ അൻസാരി സുഹരി ഉസ്താദ്, ഇവർ മൂന്ന് പേരും ഒരേ അഭിപ്രായമാണ് അവരുടെ ഫേസ്ബുക്കിലൂടെ കേരളത്തിലെ ജനങ്ങൾക്കായിട്ട് ചോദ്യത്തിനാണോ അല്ലാതെയോ അങ്ങനെ അവരിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, വിഷയം 1957 EMS മന്ത്രിസഭ, അതിനു മുന്നേ നമ്മളുടെ അടിച്ചമർത്തപ്പെട്ടിരുന്ന ജനങ്ങൾ പാടത്തും പറമ്പത്തും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന വിളവുകൾ മറ്റുതര സമൂഹം, ഉയർന്ന സമൂഹം അല്ലെങ്കിൽ ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ചില സാമൂതിരിമാർ അല്ലെങ്കിൽ രാജാക്കന്മാർ അല്ലെങ്കിൽ പ്രമാണിമാർ, ഇവർ മറ്റുള്ളവരെ മുതലെടുത്ത് അവർക്ക് എന്തെങ്കിലും വിളവ് കിട്ടുന്ന എന്തെങ്കിലും അവിടെ, അത് കൂലിയൊന്നുമില്ല, ഈ വിളവിൽ നിന്നൊരു അംശമാണ് കൂലിയായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇരുത്തിയാണ് ബഹുമാന്യനായ ശ്രീ EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഇവർക്ക് ബോണസ് അനുവദിക്കുന്നത്. കേരളത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് അവർക്ക് ഒരു വർഷത്തിലെ 4-5 ദിവസം നല്ല രീതിയിൽ ജോലി ചെയ്യാതെ തന്നെ അവർ നിലവിൽ ജോലി ചെയ്ത് എത്രയോ നാൾ ജോലി ചെയ്ത് ഒരു വർഷത്തിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു പാരിതോഷികം എന്ന നിലയ്ക്ക് ബോണസ് അനുവദിക്കുന്നത് LDF ഗവൺമെൻറ് തന്നെ 1957 EMS മന്ത്രിസഭയാണ്. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈ ഭൂമിയിലും ചേറിലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സമ്പത്തിൽ നിന്ന് ഒരു അംശം ബോണസായിട്ട് അവർക്ക് കിട്ടുമ്പോൾ അവരൊരു 4-5 ദിവസം നല്ല രീതിയിൽ ആഹാരം കഴിച്ച് ജോലി ചെയ്യാതെ അവരുടെ സന്താനങ്ങളുമായിട്ട് ഉല്ലസിക്കുക എന്നുള്ള ഒരു ചെറിയ കടമ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു നവോത്ഥാനമാണ് ബഹുമാന്യനായ EMS നമ്പൂതിരിപ്പാട് നടപ്പാക്കിയത്. അത് പിന്നെ 1961 ശ്രീ പട്ടം താണുള്ള ഇരിക്കുമ്പോഴാണ് ഓണം സെലിബ്രേഷൻ എന്ന രീതിയിൽ കൊണ്ടുവരുന്നതും അതിന് ഇത്ര ദിവസം വീതം അവധി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഓണം എന്ന് പറയുന്നത് മഹാബലി എന്ന് പറയുന്ന ഒരു ഐതിഹ്യം, മിത്തോളജിയാണത്, ഒരു ഐതിഹ്യമാണ്. വാമനൻ ചവിട്ടി താഴ്ത്തിയതായിട്ടും അങ്ങനെ പല ചരിത്രങ്ങളും ഉണ്ട്. അതൊക്കെ ഐതിഹ്യമാണ്, അതിനൊന്നും യഥാർത്ഥത്തിൽ തെളിവുകളില്ല. അപ്പം നമ്മളൊരു ഒരു സാമൂഹിക ജീവി എന്ന നിലയ്ക്ക് കേരളത്തിലെ പൊതുജനങ്ങൾ എന്ന് പറയുന്ന പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ പല വിഷയങ്ങളിലും പങ്കെടുക്കേണ്ടി വരും. അപ്പോൾ ഒരിടത്ത് ഒരു സന്തോഷത്തിന് വേണ്ടി അവിടെ ഓണം വരുമ്പം ഓണം എന്ന നിലയ്ക്ക് സന്തോഷത്തിന് വേണ്ടി അവർ പൂക്കളിടും, നല്ല ആഹാരങ്ങൾ വയ്ക്കും, സദ്യ. അത് കഴിക്കുന്നത് കൊണ്ട് നമ്മളുടെ വിശ്വാസമൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. കാര്യം ഇന്ത്യയിലെ നല്ല ലോകത്തിലെ തന്നെ മുസ്ലിമീങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. മറ്റുള്ള മതക്കാർക്കും ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ ഉണ്ട് എന്നവർ വിശ്വസിക്കുന്നുവെങ്കിലും അവസാന ഘട്ടം വരുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ വിശ്വാസമൊന്നുമില്ല. പിന്നെ സമൂഹത്തിൽ അവർ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശിവൻ, പാർവതി, രാമൻ, കൃഷ്ണൻ, ഇങ്ങനെയുള്ള പലരും ദൈവങ്ങളാണെന്ന് അവർ പറയുന്നുവെങ്കിലും ഇവരെ എല്ലാം ഓരോ മാതാപിതാക്കളുടെ സന്താനങ്ങളാണെന്ന് കൂടി ചരിത്രം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സാമൂഹിക ജീവി എന്ന നിലയ്ക്ക് ഒരു മനുഷ്യൻ ഒരു ചെറിയ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നതുകൊണ്ടോ ആഹാരം കഴിക്കുന്നത് കൊണ്ടോ ഒരു കാരണവശാലും അയാളുടെ വിശ്വാസത്തിന് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല. കാരണം ഏകദൈവ വിശ്വാസിക്ക് അവനൊരു വിശ്വാസമുണ്ട്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ വിശ്വാസി, ഈ ശക്തി, ആ ശക്തിയെ വിശ്വസിക്കുന്ന നാം എന്തിനാണ് ഒരു ഭക്ഷണം കഴിച്ചുവെന്ന് പറഞ്ഞ് നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ട അവരൊരു മിത്തോളജിയാണ്, ഒരു ഐതിഹ്യം, ഒരു വിശ്വാസം എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ദൃഢമായ ഒരു വിശ്വാസം അവർക്കില്ല. അവരല്ലെങ്കിൽ ഒരു ആഹാരം ഉണ്ടാക്കുമ്പോൾ തന്നെ അവിടെ ഒരു ദൈവത്തെ പ്രതിഷ്ഠിക്കുകയോ ആ ദൈവത്തിന് കാഴ്ചവെക്കുകയോ ചെയ്യുന്നില്ല. ഇവിടെ ഇതൊരു സന്തോഷമെന്ന ഉത്സവമാണ്. എല്ലാ ജനങ്ങൾക്കും
അവനവൻ ഭൂമിയിൽ ചെയ്ത കൃഷിയുടെ വിളവെടുപ്പിൽ നിന്നും ഒരു വിഹിതങ്ങൾ അത് കർഷകരിൽ നിന്നും ചിങ്ങം 1 കേരളത്തിൽ തന്നെ കൃഷിഭവനുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും അത് മറ്റുള്ള ജനങ്ങൾക്ക് വിറ്റഴിക്കുകയും ചെയ്യുന്നു. അതിലൂടെ ചിങ്ങം അത്തം 10 ഓണമായിട്ടും ആഘോഷിക്കുന്നു. അപ്പം അതിനേക്കാൾ എത്രയോ വൃത്തികെട്ട ഏകദൈവ വിശ്വാസികൾ എന്ന് പറയുന്നവർ എത്രയോ വൃത്തികെട്ട സംഭവമാണ് നബിദിനം എന്ന പേരിൽ ആഘോഷിക്കുന്നത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് എന്താ? എൻ്റെ നൂറ്റാണ്ട്, എനിക്ക് ശേഷമുള്ള നൂറ്റാണ്ട്, അതിനുശേഷമുള്ള നൂറ്റാണ്ട് എന്ന് വെച്ചാൽ 300 വർഷം പ്രവാചകന്മാർ, സഹാബാക്കൾ, താബിയങ്ങൾ, ഇമാമിയങ്ങൾ അല്ലെങ്കിൽ മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ 4 പേര്, ഇവർക്കാർക്കും പരിചയമില്ലാത്ത ചില വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് രാജ്യത്ത് നബിദിന ആഘോഷിച്ച് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുകയല്ലേ നാട്ടുകാരെ വയറ് നിറയുന്നു എന്ന് പറയുന്നു. ഭക്ഷണം കൊടുക്കണം, നല്ല കാര്യമാണ്. അത് കണ്ടെത്തണം, ഭക്ഷണം ഇല്ലാത്തവനെ കണ്ടെത്തി കൊടുക്കണം. പ്രവാചകൻ ഖുർആനിൽ പലയിടത്തും പറയുന്നുണ്ട്, പ്രവാചകനെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് വെച്ചാൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള പ്രവാചകന്മാരുടെ കൗമുകളെ അപേക്ഷിച്ചു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൗമുകൾക്കും സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും അനുഗ്രഹമായിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ആൾമൈറ്റി എന്ന് പറയുന്ന ശക്തി പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ന വ്യക്തിയിൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. എന്തുകൊണ്ടാണ്? നിങ്ങളെ ഞാൻ ആവശ്യമില്ലാതെ ഞാൻ ബുദ്ധിമുട്ടുകയില്ല. നിങ്ങൾക്ക് മുന്നേ ഉള്ള മുന്നോറുകളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാർ അവർ അള്ളാഹുവിനോട് അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവിനോട് തിരിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ പ്രതിഫലമായിട്ടാണ് അവരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ 1500 വർഷങ്ങൾ ഇപ്പുറത്ത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയ മുഹമ്മദ് നബിയുടെ കൗമുകളെ പ്രപഞ്ചനാഥൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം ആഘോഷം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രപഞ്ചനാഥനെ വിട്ടിട്ട് നമ്മൾ ഹൃദയത്തിൽ മറ്റുള്ളവരെ പ്രതിഷ്ഠിച്ച് അതിൻ്റെ ഭാഗവാക്കായിട്ട് അതിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഓണസദ്യ കഴിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇവിടെ ഈ വിഷയം വരുന്നത്. പക്ഷെ നമുക്ക് സാമൂഹികമായിട്ട് അങ്ങനൊരു വിഷയമേ ഇല്ല. ആൾക്കാർ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഉത്സവം എന്ന നിലയ്ക്ക് 5-6 പൂക്കളിടുന്നു, എല്ലാവരും കൂടി നല്ലോണം ഭക്ഷണം വെക്കുന്നു, പിരിവെടുക്കുന്നു, അവർ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുന്നു. 4-5 ദിവസം ഒഴിവുണ്ട്. ചിലർ പിക്നിക്കിന് പോകുന്നു, ചിലർ ടൂറിന് പോകുന്നു, ചില അവരുടെ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലില്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ടുവന്നു മനുഷ്യന് പല പല കഴിവുകളുമുള്ള ദൈവത്തിൻ്റെ പദവിയും കൊടുത്ത് ആചരിച്ചു പോകുന്ന മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് കേരളത്തിലുള്ള സമസ്ത എന്ന് പറയുന്ന 2 വിഭാഗവും ചെയ്യുന്ന തെറ്റുകളുടെ ഒരു ഭാഗം പോലും വരികയില്ല ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറഞ്ഞുകൊണ്ട് ഓണം ആഘോഷിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നത്. അപ്പം സമൂഹത്തിലെ ഭിന്നിപ്പുകൾ ഈ ഉസ്താദ്മാരിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഭിന്നിപ്പുകൾക്ക് വേണ്ടിയിട്ടല്ല, പക്ഷേ അത് പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഞാൻ പലരുടെയും വോയിസുകൾ കേട്ടതാണ്. ഈ AI കാലഘട്ടത്തിൽ ഇതൊക്കെ നടക്കുമോ ഉസ്താദ് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഉസ്താദ് അത് ഏത് രീതിയിൽ പറഞ്ഞു എന്ന് നമുക്കറിയുകയില്ല. ഞാൻ അവരെ വിമർശിക്കുകയൊന്നുമല്ല. അപ്പം ഏത് കാരണവശാലും മഹാബലി തമ്പുരാനുള്ള ഒരു ഐതിഹ്യം അവരിലുണ്ടെങ്കിലും കേരളത്തിലെ 50% ജനങ്ങളും അത് അംഗീകരിക്കുന്നതേ ഇല്ല. നമ്മളൊരു ഒരു പബ്ലിക്കിൻ്റെ നിലയിൽ സൊസൈറ്റി എന്ന നിലയ്ക്ക് നമ്മൾ ചില കാര്യം നമുക്ക് ഒരു ദൃഢതയുണ്ട്, നമുക്കൊരു തീവ്രതയുണ്ട്. ആ തീവ്രത എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസത്തിലാണ്. നമ്മളതിൽ വെള്ളം ചേർക്കുന്ന വിഷയമേ ഇല്ല. പക്ഷേ സമൂഹത്തിന് ദോഷമില്ലാത്ത എന്ത് കാര്യങ്ങൾ സമൂഹം ചെയ്താലും അതിനോട് ചേർന്ന് നിൽക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള സാമൂഹിക ബാധ്യത സാമൂഹിക ജീവിയായ മനുഷ്യർക്കുണ്ട് എന്ന വ്യക്തമായ ബോധനം ഇസ്ലാമിക പണ്ഡിതന്മാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇസ്ലാമിനുണ്ടാകുന്ന അനാചാരങ്ങളെ നിങ്ങൾ നിർത്തലാക്കാൻ നോക്കുക. പ്രവാചകനെ അനുഗ്രഹമായിട്ടും പ്രവാചകനെ ഏറ്റവും കൂടുതൽ ഹദീസിലാത്താലും ഖുർആനിലാത്താലും വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്.
റബീഉൽ അവ്വൽ മാസമാണ് ബഹുമാന്യനായ ആദരണീയനായ പ്രപഞ്ചത്തിൽ ഏറ്റവും ഉന്നതനായ വ്യക്തി മരണപ്പെടുന്നത്. റബീഉൽ അവ്വൽ 12-നാണ്. റബീഉൽ അവ്വൽ 12-ന് അദ്ദേഹം ജനിച്ചു എന്ന ശക്തമായ യാതൊരു തെളിവുമില്ല. എന്നാൽ റബീഉൽ അവ്വൽ 12-നല്ല, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിൽ ജനിച്ചു എന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നു. റബീഉൽ അവ്വൽ 12-ന് ജനിച്ചു എന്ന് പറയുന്നതിനെ അംഗീകരിക്കാൻ കഴിയുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ ജനിച്ച തിങ്കളാഴ്ചയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി നോമ്പെടുക്കുക, ആ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൂടുതൽ പുണ്യമായ പ്രതിഫലം കിട്ടും എന്ന പ്രതീക്ഷയോട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രവാചകൻ്റെ മരണത്തിൽ ഈ മാസം ഏറ്റവും കൂടുതൽ ദുഃഖിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്നും വലിയൊരു അനുഗ്രഹമാണ് നമ്മളിൽ നിന്നും വിട്ടുപോയത്, അല്ലെങ്കിൽ ലോകാവസാനത്തിൻ്റെ അടയാളമാണ് നമ്മളിൽ ആദ്യമായിട്ട് തുടങ്ങിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും മരണവും ലോകാവസാനത്തിൻ്റെ അടയാളമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിത രീതിയാണ് മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളത് രീതി മനസ്സിലാക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഓണത്തിന് നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നു. ഓണം എന്ന വിഷയത്തിലല്ല, ഒരു സന്തോഷം പങ്കിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന അവസാന കാലഘട്ടം വരുമ്പോൾ മറ്റിതര സമുദായത്തിൻ്റെ ആചാരങ്ങളെ നാം ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അത് പങ്കിടുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് ഈ കാര്യത്തെ അല്ല. നമ്മൾ ചെയ്യുന്ന നബിദിനങ്ങൾ, നമ്മൾ ചെയ്യുന്ന റാത്തീബ്, നമ്മൾ ചെയ്യുന്ന കുത്തുബിയത്ത്, ഈ വിഷയങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജന്മദിനങ്ങൾ, ഇവയെല്ലാമാണ് മറ്റുള്ള സമുദായത്തിൽ നിന്നും കടമെടുത്ത് പൂർവികരായ മോസസിൻ്റെ കാലഘട്ടത്തിലും അബ്രഹാമിൻ്റെ കാലഘട്ടത്തിലും ജീസസിൻ്റെ കാലഘട്ടത്തിലും ഉണ്ടായി അവർ അമിതമായിട്ട് അവരെ പുകഴ്ത്തി ഈശ്വരൻ്റെ സാന്നിധ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ തന്നെ ഈശ്വരനെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് മാറിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വാണിനും മുന്നറിയിപ്പും തന്നത്. അല്ലാതെ ഇവിടെ കേരളത്തിൽ കഷ്ടപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒരു ആശ്വാസവാക്കിന് വേണ്ടി 1957 EMS മന്ത്രിസഭ ബോണസ് പ്രഖ്യാപിക്കുകയും അത് പിന്നീട് ഓണമായി 1961 പട്ടം താണുപിള്ള എന്ന് പറയുന്ന ഭരണാധികാരി ഒരാശ്വാസം എന്ന നിലയ്ക്കാണ് ഇതിനെ സംഘടിപ്പിച്ചത്. എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഈദുണ്ട്, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ആ ഈദ് എന്ന് പറയുന്ന സമൂഹത്തിൽ ഇന്ന് സത്യമായും പരിചയമില്ല. കാരണം എന്താ, ആ ഈദ് വന്നു പോകുന്ന ഒരു ദിവസമേ സർക്കാർ അവധി കൊടുക്കുന്നുള്ളൂ. ഇപ്പം നബിദിനത്തിൻ്റെ അവധി ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റാണെന്ന് തോന്നുന്നു നബിദിനത്തിന് അവധി പ്രഖ്യാപിച്ചത്. കാരണം ദുബായ് ഗവൺമെൻറ് 1997 ശേഷം 2000 ശേഷമാണ് സൗദി ഗവൺമെൻറ് അവധി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ അവധിയൊക്കെ എടുത്തു മാറ്റിയിട്ട് ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും 3 ദിവസം അവധി കൊടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.